നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. അമ്മയെ കീടും സ്നേഹത്തേക്കാൾ ലോകം നൽകിയിടും സ്നേഹത്തേക്കാൾ അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെങ്ങും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ, അങ്ങേ വിട്ടെങ്ങും പോകയില്ല ഞാൻ. അങ്ങിൽ ചേർന്നെങ്ങും ജീവിക്കും ഞാൻ, സത്യസാക്ഷിയായി ജീവിക്കും ഞാൻ. ഹായ്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനക്കുറവുണ്ടോ? സന്തോഷക്കുറവുണ്ടോ? ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടോ? കടഭാരത്താൽ ഭാരപ്പെടുന്നുണ്ടോ? ഹായ്, എൻ്റെ പേര് ഏലിയാമ്മ രാജൻ. ഞങ്ങൾ കുടുംബമായിട്ട് നോർത്ത് ഇന്ത്യയിൽ താമസിക്കുകയാണ്. കർത്താവ് തരുന്ന സമയത്തിനനുസരിച്ച് കർത്താവിൻ്റെ വേണ്ടി പ്രയോജനപ്പെടുവാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 25 വർഷമായി സൺഡേ സ്കൂളിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നോട് ഇടപെട്ടതനുസരിച്ച് വചനത്തിൻ്റെ വെളിപ്പാട് തന്നുകൊണ്ടിരിക്കുന്നു. അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടേണ്ടതിന്, അത് ഷെയർ ചെയ്യേണ്ടതിന് ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇടപെട്ടത് മുഖാന്തരം പ്രകാരം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് അതിനു വേണ്ടി ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 14:17 ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതിയ വചനമാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രേ. ഇന്ന് പലരും ദൈവത്തിനെക്കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നത് കുറേ നിയമങ്ങളെ, കുറേ ഭക്ഷണകാര്യങ്ങളെ, കുറേ ആചാരങ്ങളെ ഒക്കെ ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് അവർ വിചാരിക്കുന്നു. എന്നാൽ ദൈവവചനം നമ്മളെ നിഷ്കർഷിക്കുന്നത് എന്താണ്? അത് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ അത് നീതിയാണ്, സമാധാനമാണ്, പരിശുദ്ധാത്മാവിനാലുള്ള സന്തോഷമാണ്. ഒന്നാമത് നമുക്ക് നോക്കാം, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവം എവിടെ വസിക്കുന്നു അതാണ് ദൈവരാജ്യം. ഇന്ന് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ അവിടെ ദൈവരാജ്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ് പറയുന്നത് ദൈവരാജ്യമെന്ന്. അപ്പോൾ ദൈവരാജ്യം എവിടെയുണ്ട്? അവിടെ കർത്താവിൻ്റെ സമാധാനം, നീതിയുണ്ട്, സമാധാനമുണ്ട്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. ദൈവം പറയുന്നു, ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. നിങ്ങളുടെ വിഷയം ദൈവസന്നിധാനത്തിൽ കൊണ്ടുവരിക. ആ ദൈവം നിങ്ങൾക്ക് സമാധാനം തരും. നമുക്ക് പ്രശ്നത്തിൽ നിന്ന് പരിഹാരം ഉടനെ കിട്ടുകയില്ല. എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നു? ആ ദൈവവചനത്തിൽ കൂടെ നമ്മളെ ബലപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളിടത്താണ്. ശിഷ്യന്മാരോട് യേശുക്രിസ്തു പറയുന്നു, നിങ്ങൾ ശിഷ്യന്മാരെ ഇങ്ങനെ ചോദിക്കും, ദൈവരാജ്യം എന്ന് വെളിപ്പെടുമെന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ദൈവരാജ്യം അവിടെയുമല്ല ഇവിടെയുമല്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അപ്പോൾ യേശുക്രിസ്തു അന്ന് അവരുടെ ഇടയിലുണ്ടായിരുന്നു. ആ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് അന്നേരം യേശുക്രിസ്തു അവിടെ പ്രസ്താവിച്ചത്. ഇപ്പോൾ നമുക്ക് യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇപ്പം നമ്മുടെ ഇടയിൽ
മനുഷ്യ രീതിയിലില്ല എങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ആത്മാവിൽ എപ്പോഴും നമുക്ക് അനുഭവിപ്പാൻ പറ്റുന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എപ്പോഴും വസിക്കുമ്പോൾ നമുക്ക് എന്തുണ്ട്? നീതിയുണ്ട്. ആ നീതി എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? നീതി യേശുക്രിസ്തുവിൽ കൂടെയാണ് നമുക്ക് നീതി ലഭിക്കുന്നത്. നമ്മളാരും നീതിമാന്മാരല്ലായിരുന്നു. നമ്മുടെ പ്രവർത്തികളൊന്നും നമ്മളെ നീതിമാന്മാരാക്കുന്നില്ല. നന്മ പ്രവർത്തിക്കുന്നൊന്നും നമ്മളെ നീതിമാന്മാരാക്കുന്നില്ല. നമ്മളെങ്ങനെയാണ് നീതിമാനാകുന്നത്? യേശുക്രിസ്തുവിൽ കൂടെയുള്ള വിശ്വാസത്തിലാണ് നമ്മൾ നീതിമാന്മാരാകുന്നത്. നമ്മളൊക്കെയും പാപികളായിരുന്നു, ബന്ധനത്തിലായിരുന്നു, അന്ധകാരത്തിലായിരുന്നു. എന്നാൽ നമ്മൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നമ്മളെ അവൻ നീതിമാന്മാരാക്കി തീർക്കുകയാണ്. അപ്പോൾ ആ ദൈവരാജ്യത്തിൽ നീതിയുണ്ട്, ന്യായമുണ്ട്. നീതിയോട് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ വെളിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരമായി നമുക്ക് ദൈവസന്നിധാനത്തിലേക്ക് അടുത്തു വരാം. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അത് അവന് നീതിയായി കണക്കിട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ നമുക്ക് നീതിമാന്മാരുടെ പട്ടികയിൽ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കണം. എല്ലാ മാനവജാതികളും പാപത്തിൻ്റെ ബന്ധനത്തിലാണ്, ദൈവത്തിൻ്റെ മഹിമയിൽ നിന്ന് വിട്ട് കിടക്കുന്നതാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ആ സ്നേഹം നമ്മളെ തേടി വന്നു. നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നു, നമ്മൾ പാപികളായിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ സ്നേഹം നമ്മളെ തേടിയെത്തി. നമ്മുടെ പാപത്തിന് വേണ്ടി യാതൊരു വിലയും കൊടുക്കണ്ട. അല്ലെങ്കിൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. എന്നാൽ ആ മരണത്തിൻ്റെ ബന്ധനത്തിൽ നമ്മളെ വിടുവിക്കേണ്ടതിന് യേശുക്രിസ്തു കാൽവറിയിൽ നമ്മൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, നമ്മളെ അവനോടുകൂടെ ഉയർപ്പിച്ചു. ആ സ്നാനത്താൽ നമ്മളെ അവനോടുകൂടി ഉയർപ്പിക്കുന്നു എന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു. അപ്പോൾ നമ്മളെ നീതിമാന്മാരാക്കാൻ വേണ്ടിയാണ് കർത്താവ് കാൽവറിയിൽ മരിച്ചതും അടക്കപ്പെട്ടോ ഉയർത്തെഴുന്നേറ്റു. മൂന്നാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വസിക്കുമ്പോൾ ആ ദൈവരാജ്യം നമ്മളിൽ വസിക്കുകയാണ്. ദൈവരാജ്യത്തിൻ്റെ നീതി നമ്മളിൽ വസിക്കുകയാണ്. പിന്നെ പറയുന്നു, ദൈവരാജ്യം അല്ലെങ്കിൽ ഭക്ഷണവും പാനീയമല്ല. ഈ ലോകത്തിലെ ഭക്ഷണവും പാനീയവും ഒന്നും നമ്മളെ ദൈവരാജ്യത്തോട് അടുപ്പിക്കുന്നില്ല. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ അടുത്ത് വരുമ്പോഴാണ് നമ്മൾ ആ ദൈവരാജ്യത്തിൻ്റെ സന്തോഷം അനുഭവിക്കുന്നത്. പിന്നെ പറയുന്ന സമാധാനം. ആ സമാധാനം നമ്മൾക്ക് എങ്ങനെ കിട്ടും? യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ ആ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ആ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെയും പരിപൂർണത ദൈവത്തിൻ്റെ സന്നിധാനത്തിലുണ്ട് എന്ന് നമ്മൾ 16-ാം സങ്കീർത്തനത്തിൽ വായിക്കുകയാണ്. അല്ലെങ്കിൽ 16-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വചനത്തിൽ നമ്മൾ വായിക്കും, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്ത് ഭാഗത്തു നിന്നും പ്രമോദമുണ്ട്. ആ സമാധാനവും യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനം തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്ന പോലുള്ള സമാധാനമല്ല. ആ സമാധാനം നമ്മുടെ ഉള്ളിൽ ആദ്യം വരണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ ഉള്ളിൽ സമാധാനം വരുമ്പോൾ നമ്മുടെ ഭവനത്തിൽ അത് വെളിപ്പെടും. നമ്മുടെ ഭവനത്തിൽ മാത്രമല്ല, നമ്മുടെ സഭയിൽ അത് വെളിപ്പെടും, സമൂഹത്തിൽ അത് വെളിപ്പെടും. നമ്മൾ മുഖാന്തരം അനേക ആൾക്കാർ അനുഗ്രഹിക്കപ്പെടുവാനിടയാകും. ആ ദൈവിക സമാധാനം നമ്മുടെ ഉള്ളിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ. ആ ദൈവരാജ്യത്തിൽ ദൈവത്തിൻ്റെ സമാധാനമുണ്ട്. ആ ദൈവത്തിൻ്റെ സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കണ്ടേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ദൈവരാജ്യത്തിനകത്ത് വരണം. ആ ദൈവരാജ്യത്തിനകത്ത് വരുവാന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ കടന്നു വരണം. അപ്പോൾ യേശുവിൻ്റെ ആ സമാധാനം നമുക്ക് അനുഭവിക്കുവാൻ കഴിയും. ജീവിതത്തിൽ അനേക പ്രശ്നങ്ങൾ എല്ലാവരെയും നേരിടും, ബുദ്ധിമുട്ടുകളുണ്ടാവും, പട്ടിണി പൈതാഹം എല്ലാം ഉണ്ടാവും. ഹല്ലേലൂയ. എന്നാലും ആ പൗലോസ് പറയുന്ന പോലെ യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുവാൻ ഇതിനൊന്നും കഴിയുകയില്ല. ആ ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, ആന്തി തുഫാൻ വരട്ടെ, അതൊന്നും നമ്മളെ ദൈവത്തിൽ നിന്ന് അകത്തിക്കളയില്ല. ആ ദൈവത്തിൻ്റെ സമാധാനം മാത്രം മതി നമുക്ക്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അതുപോലെ ദൈവരാജ്യത്തിൽ പിന്നെ എന്തുണ്ട്? പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമുണ്ട്. ആ സന്തോഷം, ആ ദൈവത്തിൻ്റെ സന്തോഷമാണ് നമുക്ക് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ എന്തെല്ലാം വരട്ടെ, നമുക്കതൊന്നും സാരമേ അല്ല. ദൈവത്തിലുള്ള വിശ്വാസവും പ്രത്യാശയും
ആ സന്തോഷവും നമ്മൾക്കുള്ളുണ്ടെങ്കിൽ പിന്നെ ലോകത്തിൽ എന്തെല്ലാം പ്രതികൂലങ്ങൾ വന്നാൽ ദൈവം നമ്മളോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ വേറൊരു പേരാണ് ഇമ്മാനുവേൽ ദൈവം. ഇമ്മാനുവേലിൻ്റെ അർത്ഥം എന്താണ്? ദൈവം നമ്മോടുകൂടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നുള്ളൊരു വാഗ്ദത്ത വചനമുണ്ട്. അതുപോലെ ആ വാഗ്ദത്തത്തിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ മതി. പിന്നെ നമുക്ക് എന്തുകൊണ്ട് ഭാരപ്പെടണം? അല്ലെങ്കിൽ റോമാലേഖനം 8:31 വായിക്കുന്നു, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമ്മൾക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അതോടുകൂടി നമുക്ക് സകലവും തരാതിരിക്കുമോ? ജീവിതത്തിൻ്റെ എന്തെല്ലാം ആവശ്യങ്ങൾ നമ്മൾക്കുണ്ടെങ്കിലും ആ കർത്താവിൻ്റെ സ്നേഹം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും ആവശ്യമില്ല. അതെല്ലാം ആ പരിപൂർണത, ആ ദൈവത്തിൻ്റെ പരിപൂർണത നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ 16 സങ്കീർത്തനത്തിൻ്റെ 11 നമ്മളിപ്പോൾ വായിച്ചല്ലോ, ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദമുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദമുണ്ട്, അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ആ സന്തോഷത്തിൻ്റെ പരിപൂർണത ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ ലോകത്തിൻ്റെ അസമാധാനം ഒന്നും നമ്മളെ ബാധിക്കുകയില്ല. കടഭാരമുണ്ടെങ്കിലും കടത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കും. കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം കർത്താവ് നമ്മളെ വിടുവിക്കും. സന്തോഷത്തിൻ്റെ പരിപൂർണത കർത്താവിൻ്റെ സന്നിധാനത്തിലുണ്ട്. അതുപോലെ സങ്കീർത്തനം 46:4 നമ്മൾ വായിക്കും, ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവനഗരത്തിൽ ഒഴുകുന്ന ആ തോടുകൾ, ആ നദി നമ്മളെ സന്തോഷിപ്പിക്കുന്നു. അത് ആ വിശുദ്ധ നഗരത്തിൽ നിന്നൊഴുകുന്ന നദിയാണ്, ആ പരിശുദ്ധാത്മാവിൻ്റെ നദി. എന്നിൽ വിശ്വസിക്കുന്ന ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. അപ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് നമ്മളൊരു ദാഹത്തോടുകൂടി കർത്താവിൻ്റെ സന്നിധാനത്തിൽ അടുത്ത് വരുമ്പോൾ ദൈവം നമ്മളെ ആ പരിശുദ്ധാത്മാവിൻ്റെ നദി കുടിപ്പിക്കും. അത് മുട്ടോളമല്ല അരയോളമല്ല നീന്തി തുടിക്കുന്ന ഒരു അനുഭവത്തിൽ നമ്മളെ ആക്കി തീർക്കും ദൈവം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ഒരു ഉദാഹരണം കൂടെ നോക്കാൻ, നോഹയുടെ പെട്ടകത്തിൽ ദൈവം നോഹയോട് പറഞ്ഞു, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം, നിൻ്റെ കുടുംബവും അതിനകത്ത് പ്രവേശിക്കണം. അതുപോലെ പ്രസംഗിക്ക് 120 സംവത്സരം നോഹ പ്രസംഗിച്ചു, എങ്കിലും ആരും രക്ഷിക്കപ്പെട്ടില്ല. 4 ജലപ്രളയം വരുമെന്ന് പറഞ്ഞപ്പോൾ ജലപ്രളയം വന്നു, നോഹയും കുടുംബവും രക്ഷിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ ഈ ദൈവവചനം പറയുമ്പോൾ, ഈ ദൈവവചനം കേട്ട് നമ്മൾ രക്ഷ പ്രാപിച്ചാൽ നമുക്ക് വിടുതലുണ്ട്. പ്രിയപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. യേശുക്രിസ്തു നമ്മോട് കൂടെ ഇരുന്ന് നമ്മൾ സകല പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ സഹായിക്കും. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അനേകർക്ക് പ്രയോജനപ്പെടട്ടെ. നിങ്ങളുടെ വിഷയങ്ങൾ എന്തായിരുന്നാലും അത് ഇപ്പോൾ എന്നെ കേൾക്കുമ്പോൾ തന്നെ ദൈവസന്നിധാനത്തിൽ വെച്ച് എന്നോടുകൂടെ ചേർന്ന് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുമാറാണ്. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അടിയനടുത്ത് വരുന്നു. പരിശുദ്ധാത്മാവാം ദൈവമേ, ഈ അടിയനെ കേൾക്കുന്ന നിൻ്റെ മക്കൾക്ക് നിൻ്റെ കൃപ അവിടുന്ന് പകരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്ര 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 സ്തോത്ര. ജീവിതത്തിൻ്റെ ഏതെങ്കിലും പ്രശ്നത്തിൽ പരിഹാരമില്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ദൈവിക സമാധാനം ആർക്കെങ്കിലും ഇല്ല എങ്കിൽ അവർക്ക് നീ അവിടുന്ന് നിൻ്റെ കൃപ അവിടുന്ന് പകർന്നു കൊടുത്ത് നീ അവരെ കൈപിടിച്ച് താങ്ങണമേ. ആ ദൈവരാജ്യത്തിൻ്റെ അകത്ത് വരുവാനും ദൈവത്തിൽ നിന്നുള്ള സന്തോഷം പ്രാപിപ്പാനും നീ അവിടുന്ന് ഓരോന്നിൻ്റെ മക്കളെയും സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയും യാചനയും കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മക്കളെ, നിങ്ങൾക്ക് ഈ വചനം അനുഗ്രഹമായി തീർന്നുവെങ്കിൽ നിങ്ങളിതിനെ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലെങ്കിൽ അതെനിക്കൊരു പ്രോത്സാഹനത്തിന് കാരണമായി തീരും. പിന്നെയും നല്ല നല്ല വചനങ്ങൾ ദൈവസന്നിധാനത്തിൽ ഷെയർ ചെയ്യുവാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.